blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇതുവരെയുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരെയും കർത്താവ് തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് സ്പോൺസർ ചെയ്തതിൻ്റെ ഫലമായി കർത്താവ് അനുഗ്രഹിച്ച് അത് അധികം വർദ്ധിച്ചു വരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള കല്യാണിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കാം. മകൻ്റെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ലൊരു ജോലി ലഭിക്കുവാൻ, അതുപോലെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി ഉണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവർക്കും അങ്ങ് ആരോഗ്യം നൽകണമേ, ജോലിയിൽ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ഒത്തിരി ഫ്രൂട്ട്ഫുള്ളാകാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ആരോഗ്യവും ക്ഷേമവും, അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഫ്രൂട്ട്ഫുൾനെസ്സും കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ കുടുംബത്തിൻ്റെ മേൽ ജനറേഷനിലായുള്ള അനുഗ്രഹങ്ങളെ കർത്താവ് നൽകി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഈ സ്പോൺസറെ, കുടുംബത്തെ, പ്രാർത്ഥന വിഷയങ്ങളെ എല്ലാം ഇപ്പോൾ ചേർത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ ഫെബ്രുവരി 13 വെള്ളി രാവിലെ 10 മുതൽ 1 മണി വരെ. പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഫെബ്രുവരി 14 ശനി രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഡൽഹി സെറ്റിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സാണ്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയപ്പോൾ അത് ഓവറിയിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് ഓവറി പൊട്ടിപ്പോവുകയും പെട്ടെന്നൊരു എമർജൻസി സർജറിക്ക് വേണ്ടി കയറ്റുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വലിയൊരു കോംപ്ലിക്കേഷനിലൂടെ ഈ സഹോദരി കടന്നുപോയി. അപ്പം അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞ ഈ പ്രഗ്നൻ്റ് ആകുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ കാണുവാൻ തുടങ്ങി. രണ്ടുപേരും ബ്ലെസ്സിംഗ് ടുഡേയുടെ സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നത്, രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന പറയുന്നത്. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹിയിൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നു. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചകളിൽ ഈ സഹോദരി പറയുന്നത് ആ ബ്ലെസ്സിംഗ് ടുഡേയിൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകിച്ച് ബദനാമ്യം പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ ആഴ്ച മുഴുവൻ ഇവർ കൈപിടിച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് 2 സ്ഥലത്തും, ഡൽഹിയിലും ഗുർഗോണിലും നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അവർക്കൊരു പ്രയർ ഡയറി കിട്ടി. ആ പ്രയർ ഡയറിയിൽ അവർ എഴുതി വെച്ച്, ഞങ്ങൾക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ തരണമേ എന്ന് വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ബദനാമിന് ക്ഷമയും ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിനുശേഷം പിറ്റേ മാസം ഈ സഹോദരി പ്രഗ്നന്റ് ആയി. ഡൽഹി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം ഡൽഹി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ പിറ്റേ മാസം പ്രഗ്നന്റ് ആയി. ഇപ്പം കുഞ്ഞിന് 3 മാസമുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. അതിന്
നന്ദി സൂചകമായി ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലൊക്കെ സ്പോൺസർ ചെയ്തേക്കാന്ന് പറഞ്ഞാണ് അവർ വന്നേക്കുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. കർത്താവ് അത്ഭുതങ്ങൾ ഓരോ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈകൾ നീട്ടി കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവെ, നീ കൊടുത്ത ഈ ദാനത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അസാധ്യമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥലത്ത് കർത്താവെ, ദൈവമേ, അണ്ഡാശയം ഇല്ലാതിരുന്ന സമയത്ത് കർത്താവിൻ്റെ അത്ഭുതത്താൽ ഒരു കുഞ്ഞിനെ കർത്താവ് അങ്ങ് കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അത്ഭുതങ്ങൾക്കായി നന്ദി, അടയാളങ്ങൾക്കായി നന്ദി കർത്താവെ. നിന്റെ നാമത്തിൽ ഈ മാതാപിതാക്കളെയും ഞാനിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു, കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, മാതാവിനെയും അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. This is from my imagination. ഇത് എൻ്റെ ഭാവനയിൽ നിന്നാണ്. In heaven there are so many departments. സ്വർഗ്ഗത്തിൽ ഒത്തിരി വിഭാഗങ്ങൾ, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. And angels are handling so many departments. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ, വിഭാഗങ്ങളൊക്കെ മാലാഖമാരാണ് കൈകാര്യം ചെയ്യുന്നത്. There could be a healing department. അവിടെ രോഗസൗഖ്യത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. So the angels are assigned for that. രോഗസൗഖ്യത്തിന്റെ കാര്യങ്ങളുടെ ഫയലുകളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറെ മാലാഖമാരെ നിയമിച്ചിട്ടുണ്ട്. So many cancer patients and common arthritis, headache, migraine, so many things. അവിടെ ക്യാൻസർ രോഗികളുടെ ഫയലുകൾ, അതുപോലെ തന്നെ തലവേദനയുടെ, മൈഗ്രെയിൻ്റെ, തളർവാദത്തിന്റെ ഒക്കെ ഫയലുകളൊക്കെ അവിടെ ഇങ്ങനെ. There is another department, finance department. ഇനി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അവിടെയുണ്ട്. അത് സാമ്പത്തിക മേഖലയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. That's ജപ്തി, this thing, that thing. അത് കടം, ജപ്തി കാര്യങ്ങളൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന മാലാഖമാർ. All the angels are handling the finances of people. അവിടെ കുറെ മാലാഖമാർ ആ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് അവിടെയുണ്ട്. There is matrimonial department. ഇനി വേറൊരു ഡിപ്പാർട്ട്മെന്റ് വൈവാഹിക ഡിപ്പാർട്ട്മെന്റ് ആണ്. And they are into matchmaking. അവിടെയാണ് മാലാഖമാർ ആർക്ക് ഏത് ചെറുക്കന് ഏത് പെണ്ണിനെ വേണം എന്നുള്ളത് അവിടെ തീരുമാനിക്കുന്നത്. So all these angels are functioning according to the instruction given by God the Father. ഇവിടെ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെയും മാലാഖമാർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now there is a special department. ഇനി അവിടെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. Salvation department. അത് രക്ഷയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവരും പറഞ്ഞ രക്ഷാവകുപ്പ്. രക്ഷാവകുപ്പ്. ഉറക്കെ പറ, രക്ഷാവകുപ്പ്. It's a huge department. അതൊരു വലിയ വകുപ്പാണ്. It's a huge department. അതൊരു ഭയങ്കര വകുപ്പാണ്. One instruction the Heavenly Father has given to that department is that if any sinner comes and prays for salvation, that time you have to grant it. സ്വർഗ്ഗത്തിലെ പിതാവ് ഈ ഡിപ്പാർട്ട്മെന്റിന് ഒരു കർശന നിയമം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന അയച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ഉടനടി കൊടുത്തോണം. No delay. ഒരിക്കലും വൈകാൻ പാടില്ല. No pending files in that department. ആ വകുപ്പിനകത്ത് ഒരിക്കലും താമസിക്കുന്ന ഒരു ഫയലുകളും ഉണ്ടാകാൻ പാടില്ല. Hallelujah. Hallelujah. They will get sudden answer for prayer for salvation. രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി മറുപടി നൽകുകയാണ്. But in the book of Hebrews, എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം, God is giving us a warning. ദൈവം അവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. Okay children, I am very happy to give you this salvation free of cost. ദൈവം പറയും, മക്കളെ, എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രക്ഷ തരുന്നതിൽ ഞാൻ വളരെ വളരെ സന്തോഷവാനാണ്. If a guy is praying for salvation at 2 o'clock in the morning at a railway platform, heaven will respond and give salvation. ഒരു വ്യക്തി ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വെളുപ്പിന് 2 മണിക്ക് രക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടാലും ഉടനടി അവന് ദൈവിക രക്ഷ ലഭിക്കും. It's sudden answer. അത് ഉടനടി കിട്ടുന്ന മറുപടിയാണ്. This salvation is not cheap. എന്നാൽ ഈ രക്ഷ അത് വില കുറഞ്ഞ ഒന്നല്ല. So you have to keep it very safe. അതുകൊണ്ട് ഈ രക്ഷയെ അമൂല്യമായി നിങ്ങൾ കരുതിക്കൊള്ളണം. Hallelujah. Hallelujah. Hebrews chapter number 1. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം. Today we are going to read from verse 4. 4 മുതലുള്ള വേദവചനങ്ങളാണ് നാം വായിക്കാൻ പോകുന്നത്. Quickly march to Hebrews. എല്ലാവരും ബൈബിളുകൾ ഈ സമയത്ത് തുറക്കുക. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിലേക്ക് വേഗത്തിൽ വരിക. Verse number 4. So he became as much superior
to the angels as the name he has inherited is superior to theirs. അങ്ങനെ അവിടുന്ന് ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. Number 5. For to which of the angels did God ever say, "You are my son, today I have become your father"? 5-ാമത്തെ വചനം, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്നും ഞാൻ അവൻ്റെ പിതാവും അവൻ എൻ്റെ പുത്രനും ആയിരിക്കും എന്നും. I will finish it. Or again, I'll be his father and he'll be my son. 6. And again, when God brings his firstborn into the world, he says, let all God's angels worship him. ഞാൻ അവൻ്റെ പിതാവും അവൻ എൻ്റെ പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? In speaking of the angels, he says he makes his angels spirits and his servants flames of fire. അതിൻ്റെ 6ഉം 7ഉം വചനങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. വീണ്ടും ദൈവം തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൈവദൂതന്മാരും അവനെ ആരാധിക്കണമെന്ന് അരുളി ചെയ്യുന്നു. താൻ ദൂതന്മാരെ കാറ്റുകളും തൻ്റെ സേവകന്മാരെ അഗ്നിജ്വാലകളുമാക്കുന്നു എന്നിങ്ങനെ ദൂതന്മാരെ കുറിച്ച് അവിടുന്ന് പ്രസ്താവിക്കുന്നു. Are you listening? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുപോ? All these verses are about angels. നോക്കുക, ഈ വായിച്ചു കേട്ട വചനങ്ങളെല്ലാം മാലാഖമാരെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. So the author is comparing Jesus Christ with angels. നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ ഗ്രന്ഥകർത്താവ് ഇപ്പോൾ യേശുവിനെയും ദൂതന്മാരെയും താരതമ്യ പഠനം നടത്തി സംസാരിക്കുകയാണ്. 8. But about the Son he says, your throne, O God, will last forever and ever. The scepter of justice will be the scepter of your kingdom. എന്നാൽ പുത്രനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, ദൈവമേ, അവിടുത്തെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോൽ തന്നെ. Can you shout a hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? Then he says, you have loved righteousness and hated wickedness. Therefore God, your God, has set you above your companions by anointing you with the oil of joy. 9-ാമത്തെ വചനം, അങ്ങ് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവം, അങ്ങയുടെ ദൈവം തന്നെ കൂട്ടുകാരിൽ പരമായി അങ്ങയെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. So these verses are picked up from the Old Testament. ഓർക്കുക, ഇപ്പോൾ നാം കേട്ട ഈ വചനങ്ങളെല്ലാം പഴയ നിയമഭാഗത്ത് നിന്ന് എടുത്തുദ്ധരിക്കപ്പെട്ട വചനങ്ങളാണ്. This verse in verse 9 is taken from Psalm 45. ഈ 9-ാമത്തെ വചനം സങ്കീർത്തനം 45 നിന്ന് എടുത്തിട്ടുള്ള വേദഭാഗമാണ്. കല്യാണ ശുശ്രൂഷയിലേക്ക് ഇത് വായിച്ചു കേട്ടിട്ടുള്ളൂ, Psalm 45. But this is about Jesus. എന്നാൽ ഇത് യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ്. Hallelujah. Hallelujah. He also says, in the beginning, Lord, you laid the foundations of the earth, and the heavens are the work of your hands. 10-ാമത്തെ വചനം, മാത്രമല്ല കർത്താവേ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. They will perish, but you remain. They will all wear out like a garment. 11-ാമത്തെ വചനം, അവ നശിക്കും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവ വസ്ത്രം പോലെ പഴകിപ്പോകും. You will roll them up like a robe, like a garment they will be changed, but you remain the same, and your years will never end. 12-ാമത്തെ വചനം, അങ്ങ് അവയെ മേലങ്കി പോലെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങ് അനന്യനായി നിലകൊള്ളും, അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. Hallelujah. Hallelujah. To which of the angels did God ever say, sit at my right hand until I make your enemies a footstool for your feet?
13-ാമത്തെ വചനം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? The last verse. Are not all angels, all these angels, ministering spirits sent to serve those who will inherit salvation? 14-ാമത്തെ വചനം, അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? If you want a title for today's message, ഇന്നത്തെ സന്ദേശത്തിന് നിങ്ങൾക്ക് ഒരു തലക്കെട്ട് ആവശ്യമുണ്ടെങ്കിൽ I will give this: ഞാൻ നിങ്ങൾക്കിത് നൽകാം. Supremacy of Christ above angels. ദൂതന്മാരുടെ മേലുള്ള ക്രിസ്തുവിന്റെ പരമോന്നത അധികാരം. The rest of the message is very important. ഇനി പറയുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. Through the history, ചരിത്രത്തിലുടനീളം there were people who believed and taught that Jesus was an angel. ചരിത്രത്തിലുടനീളം യേശു ക്രിസ്തു ഒരു മാലാഖയായിരുന്നു, ദൂതനായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. Lucifer was created. ലൂസിഫർ സൃഷ്ടിക്കപ്പെട്ടു. Gabriel was created. ഗബ്രിയേലും സൃഷ്ടിക്കപ്പെട്ടു. Michael was created. മീഖായേൽ എന്ന് പറയുന്ന മാലാഖയും സൃഷ്ടിക്കപ്പെട്ടു. And Jesus also was created. അങ്ങനെ നോക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന മാലാഖയും സൃഷ്ടിക്കപ്പെട്ടു. So all these were archangels. അങ്ങനെ അവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഇവരെല്ലാവരും പ്രധാന ദൂതന്മാരുടെ പട്ടികയിൽ വരികയാണ്. Jesus was also an angel. യേശു ക്രിസ്തുവും ഒരു ദൂതനാണ്. One angel called Lucifer fell down. ഒരിക്കൽ ലൂസിഫർ എന്ന് വിളിക്കപ്പെട്ട ആ ഒരു ദൂതൻ താഴേക്ക് വീണു. We call him Mr. Devil. അവനെയാണ് പിന്നീട് നമ്മൾ മിസ്റ്റർ പിശാച് എന്ന പേരിൽ വിളിച്ചിരിക്കുന്നത്. Mr. Satan. മിസ്റ്റർ സാത്താൻ. His original name is Lucifer. അവന്റെ യഥാർത്ഥ പേര് ലൂസിഫർ എന്നായിരുന്നു. Don't name your children Lucifer. നിങ്ങളുടെ മക്കൾക്ക് ആർക്കും ലൂസിഫർ എന്ന പേര് കൊടുക്കരുത്. Its meaning is good. ആ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ബഹുകേമമാണ്. Son of light, light bringer, etc. ആ വെളിച്ചത്തിന്റെ പുത്രൻ, വെളിച്ചത്തെ കൊണ്ടുവരുന്നവൻ എന്നൊക്കെയാണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം. So looking the meaning of Lucifer in dictionary, never name your children. അതുകൊണ്ട് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം നോക്കിയിട്ട് നിന്റെ മക്കൾക്ക് ഒരിക്കലും ലൂസിഫർ എന്ന പേര് വിളിക്കരുത്. Don't make him devil. അവനെ ഒരിക്കലും ഒരു പിശാചാക്കല്ലേ. So people were thinking that there were 4 archangels. ജനങ്ങൾ ഒരു പക്ഷേ ആ കാലഘട്ടത്തെ ചിന്തിച്ചിരുന്നത് ഇത് 4 പ്രധാന ദൂതന്മാർ, അതിലൊരാള് യേശു. So through this teaching, what they wanted to establish was that Jesus was a creation of the Father. അങ്ങനെ അന്നുണ്ടായിരുന്ന ആ പഠിപ്പിക്കൽ അനുസരിച്ചിട്ട് അവർ സ്ഥാപിക്കുവാൻ ശ്രമിച്ച വസ്തുത ഇതാണ്: യേശു ക്രിസ്തുവും ഇതാ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായ മാലാഖയാണ്. So first God created Jesus, and in turn Jesus created all other things. അങ്ങനെ ആദ്യം യേശു ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചു, അതിനുശേഷം യേശു ബാക്കിയുള്ളവരെ സൃഷ്ടിച്ചു എന്നായിരുന്നു ആ പഠിപ്പിക്കലുകൾ. പുടികിട്ടിയോ? നിങ്ങൾക്ക് ആ തെറ്റായ പഠിപ്പിക്കൽ. ഒരു ദൂതനെ പോലെ യേശുവിനെ സൃഷ്ടിച്ചു, എന്നിട്ട് യേശുവാണ് ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിച്ചത്. There is a teaching going on like that. ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. Even today we can hear that. ഇത്തരം പഠിപ്പിക്കലുകൾ ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. Now this apostle is writing with powerful words that Jesus is not an angel. എന്നാൽ നോക്കൂ, ഈ എബ്രായ ലേഖന കർത്താവ് ശക്തമായി തന്റെ വാക്കുകളിലൂടെ തന്നെ എഴുതുകയാണ്, യേശു ക്രിസ്തു ഒരു ദൂതനല്ല. പറഞ്ഞേ, അടുത്ത ഇങ്ങനെ എടുക്ക, ഇങ്ങനെ അടുത്ത ആളുടെ മുഖത്തോട്ട് കാണിച്ച്, യേശു ക്രിസ്തു ഒരു ദൂതനല്ല. യേശു ക്രിസ്തു ഒരു മാലാഖയല്ല. പുറകിലോട്ട് തിരിഞ്ഞ് പുറകിൽ ഒരാളുണ്ടെങ്കിൽ പറ, യേശു ക്രിസ്തു ഒരു ദൂതനല്ല. മുമ്പിലോട്ട് ആളെ തോണ്ടി വിളിച്ചിട്ട് പറ, യേശു ക്രിസ്തു ഒരു ദൂതനല്ല. From verse 4 to 14 Paul is establishing that. നോക്കുക,
അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ പൗലോസ് ഈ കാര്യം അവിടെ സ്ഥാപിക്കുകയാണ്. Paul is giving us 7 areas in which Jesus is superior to all angels. ഇവിടെ പൗലോസ് യേശുക്രിസ്തു സകല ദൂതന്മാരെക്കാളും മേലെയാണ്, പരമോന്നതനാണ് എന്ന് തെളിയിക്കുവാൻ 7 വസ്തുതകൾ ഇവിടെ നിരത്തി വെക്കുന്നുണ്ട്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ബെഥസ്ത കുളത്തിൻ്റെ അരികിലാണ്. ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പഴയ ബെഥസ്ത കുളത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മേൽ പണിയപ്പെട്ട ചില സ്ട്രക്ചറുകളാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് 38 വർഷം രോഗിയായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം കിടപ്പുണ്ട്. അവിടെ പറയുന്നത് അവിടെ 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. എല്ലാവിധ രോഗികളെയും ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. അങ്ങനെ കിടത്തുമ്പോൾ അന്നത്തെ വിശ്വാസമനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഏഞ്ചൽ, ഒരു ദൂതൻ വന്ന് ഇതിലെ വെള്ളം കലക്കും. ആ സമയത്ത് ആദ്യം ആര് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നുവോ, ആദ്യം ആര് വെള്ളത്തിലിറങ്ങുവോ ആ വ്യക്തി ആദ്യം സൗഖ്യമാകും. അല്ലാത്തവർ സൗഖ്യമാകാതെ വീണ്ടും വീണ്ടും കിടക്കും. അങ്ങനെ 38 വർഷം രോഗിയായി കിടന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. യേശു വരുമ്പോൾ ഇത്രയും വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക, 30+8 years ഇവിടെ. പക്ഷേ അയാളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്, എന്നെങ്കിലും ഞാൻ സൗഖ്യമാകും. അങ്ങനെ ഓരോ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കിയത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ ആം ബിലീവിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ്. എബ്രായ ലേഖനം 13:8 അനുസരിച്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവനാകുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് ഉത്തരം നൽകും. മഹാദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല പ്രശ്നങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിലോ, കുടുംബ പ്രശ്നങ്ങളിലോ, ബന്ധങ്ങളിലെ ഉലച്ചിലുകളിലോ, എവിടെയൊക്കെ തകർച്ച സംഭവിച്ച് പ്രയാസത്തിലായിരിക്കുന്നുവോ അവരൊക്കെ കർത്താവെ അങ്ങ് വിടുവിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അലക്സ് എന്ന പേരുള്ളൊരു സഹോദരൻ പല പ്രശ്നങ്ങൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഹൃദയം ഭയങ്കരമായി വിങ്ങിപ്പൊട്ടിരിക്കുന്ന അലക്സ് എന്നൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് വലിയൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. ആ സ്വാതന്ത്ര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടിനകത്ത് കിടക്കുന്നൊരു പക്ഷിയെ തുറന്നു വിട്ടാൽ ആ ലഭിക്കുന്നത് പോലെയുള്ളൊരു സ്വാതന്ത്ര്യം ഹൃദയത്തിൽ കർത്താവ് നൽകുകയാണ്. ഇൻ ജീസസ് നെയിം. രോഗികൾ ഇപ്പോൾ സൗഖ്യമായിട്ട്, ഒരു കാലിൽ നീര് വന്നിറങ്ങി മന്ത് പോലെ ആയിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നത്. കൂടാതെ വളരെ ശക്തമായും വ്യക്തമായും നീര് മാത്രമല്ല, മന്ത് രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സൗഖ്യം ഇപ്പോൾ ആ മന്ത് രോഗമുള്ള കാലുകളിൽ വരട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. അതുപോലെ എയ്ഡ്സ് പോലെയുള്ള HIV പോസിറ്റീവായിട്ടുള്ള മാരക രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ക്യാൻസർ ബാധിച്ച വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണേലും ഇപ്പോൾ ഒരു വലിയ സൗഖ്യത്തെ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. പ്രശ്നങ്ങൾ എന്താണേലും അതിലൊരു വിടുതൽ നടക്കട്ടെ. ജനറലായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിലും സ്പെസിഫിക്കായും പേഴ്സണലായും വ്യക്തിപരമായും കർത്താവ് വിടുതലുകൾ നൽകുന്നൊരു സമയമാണ്. വിശ്വസിക്കണം.
കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു വലിയ വിടുതൽ ഓരോരുത്തരിലും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. പക്ഷേ അതിനു മുൻപ് ബ്ലെസ്സിങ് ടുഡേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക, ഈ പ്രോഗ്രാം കാണാൻ പറയുക. ഒരു SMS അയക്കാം, ഇമെയിൽ അയക്കാം, ഫോൺ ചെയ്ത് പറയാം, നേരിട്ട് പറയാം, കത്തയക്കാം. ഏത് രീതിയിൽ മറ്റുള്ളവരെ കൂടെ എൻകറേജ് ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ CD ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്കിത് കരസ്ഥമാക്കാം. ഈ ആഴ്ച അവസാനം നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെയും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളും CD ലഭ്യമായിരിക്കും. ധാരാളമായി കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബ്രദർ ഡാമിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20 വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. ബൈബിൾ ന്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: വായനയിൽ ശ്രദ്ധിച്ചിരിക്കുവാൻ പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ തിമോത്തയോസ്, ബി തീത്തോസ്, സി ഫിലമോൻ, ഡി ഒനേസിമോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.